77 സങ്കീർത്തനം 7 വാക്യം ധ്യാനിക്കാം. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ? സാധാരണ ഒരു വിശ്വാസിയുടെ സംശയം തന്നെയാണ് ആസാഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 1 വാക്യത്തിൽ ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ, അവൻ എനിക്ക് ചെവി തരുമെന്ന് ഉറപ്പോടുകൂടി പറയുമ്പോൾ, 2 വാക്യത്തിൽ പറയുന്നു, ഞാൻ കഷ്ടദിവസത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. രാത്രി എനിക്ക് ഉറക്കമില്ലായിരുന്നു, എൻ്റെ കൈ മലർത്തിയായിരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 4 വാക്യത്തിൽ നാം വായിക്കുകയാണ്, നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു. അതായത് അതികഠിനമായ വ്യഥയിൽ കൂടി സങ്കീർത്തനക്കാരൻ കടന്നു പോയതുപോലെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈ മലർന്നാണ് ഇരുന്നതെങ്കിൽ, നിങ്ങളൊരു കാര്യം വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ കൈ ബലഹീനമാണ്, ശൂന്യമാണ്. എന്നാൽ അതിനെ ബലപ്പെടുത്തുവാൻ, നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് നിങ്ങളത് പറയുന്നത്. നിങ്ങളുടെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്ന അനുഭവമായിരുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് സുഖമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തരുവാൻ പോവുകയാണ്, നിങ്ങൾക്ക് വിടുതൽ തരാൻ പോവുകയാണ്. കർത്താവ് എന്നേക്കും എന്നെ തള്ളിക്കളയുമെന്ന് ഇനി പറയണ്ട, ഇനി എനിക്ക് അനുകൂലമായിരിക്കില്ലയോ എന്ന് സംശയിക്കേണ്ട. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. തൻ്റെ വാഗ്ദാനം തലമുറയോളം ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസത്തെ അവിടുന്ന് മാറ്റണമേ കർത്താവെ. കർത്താവ് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുവാൻ നന്മയ്ക്ക് അടയാളം നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കൊരു മറുപടി കിട്ടിക്കഴിഞ്ഞു വിശ്വസിക്കുക, വിടുതൽ കിട്ടിക്കഴിഞ്ഞു വിശ്വസിക്കുക. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.